ജമ്മു കാശ്മീരിലെ ധോഡ ജില്ലയിൽ ഭീകര സാന്നിധ്യം. 4 ഭീകരർ വനത്തിലേക്ക് നടന്നു നീങ്ങുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത്. മലമുകളിലേക്ക് നീങ്ങുന്ന 4-അംഗ സംഘത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടതോടുകൂടി തന്നെ വനമേഖല വളഞ്ഞിരിക്കുകയാണ് സൈന്യം. ഈ മേഖലയിൽ അതീവ സുരക്ഷാ ആശങ്കയാണ് നിലനിൽക്കുന്നത്. അതീവ സുരക്ഷാ ആശങ്ക നിലനിൽക്കുകയും അതുമാത്രമല്ല, ഈ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു വനമേഖലയിലേക്ക് ഇത്തരത്തിൽ 4-അംഗ സംഘം സംശയാസ്പദമായ രീതിയിൽ നീങ്ങുന്നത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക ഏറെ വർദ്ധിക്കുകയും ഇവിടെ സൈന്യം വൻ തിരച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് പ്രദേശവാസികൾ മലമുകളിലേക്ക് കയറുന്ന 4 പേരെ കണ്ടെത്തിയത്. സംശയം തോന്നിയതോടുകൂടി തന്നെ ദൃശ്യങ്ങൾ സുരക്ഷാ സേനയ്ക്ക് കൈമാറുകയായിരുന്നു. വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ സൈന്യം, ജമ്മു കാശ്മീർ പോലീസ്, CRPF എന്നിവർ സംയുക്തമായി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ റാംതുണ്ട് പീക്കിന് ചുറ്റുമുള്ള വനമേഖലയും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളെല്ലാം തന്നെ ശക്തമായ സുരക്ഷാ സേനയുടെ നിരീക്ഷണ വലയത്തിലാണ്. ഉധംപൂർ ജില്ലയിലെ സിയോജ് ധാറിനോട് ചേർന്നുള്ള ഈ പ്രദേശം തന്ത്രപ്രധാനമായ ഒരു ഭാഗമായി തന്നെയാണ് കണക്കാക്കുന്നത്. സാന്ദ്രമായ വനങ്ങളും ദുർഘടമായ മലനിരകളും കാരണം അവിടെ ഒളിഞ്ഞു നീങ്ങാൻ അല്ലെങ്കിൽ ഒളിച്ചു നീങ്ങാൻ ഇവർക്ക് എളുപ്പമുള്ള ഒരു മേഖല കൂടിയാണെന്ന്. അതുമാത്രമല്ല, മുൻകാലങ്ങളിൽ തന്നെ ഭീകരർ താവളമാക്കുകയും നുഴഞ്ഞുകയറ്റത്തിനായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള പ്രദേശമായതിനാൽ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുരക്ഷാ ഏജൻസികൾ അതീവ ഗൗരവത്തോടു കൂടിയാണ് കണക്കാക്കുന്നത്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം സംഘത്തിൽ 3 വിദേശ ഭീകരരും ഒരു പ്രാദേശിക ആളും ഉണ്ടാകുമെന്നതാണ് സൂചന. എന്നാൽ ഇക്കാര്യം സുരക്ഷാ ഏജൻസികൾ ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ ഉധംപൂരിൽ നിന്ന് കൂടുതൽ സുരക്ഷാ സേനയെ മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മേഖലകൾ അവിടെ വലിയ രീതിയിൽ ഇത്തരത്തിൽ മലമ്പ്രദേശങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെ സംശയാസ്പദമായ ഒരു രീതിയിലുള്ള നീക്കവും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ കണ്ടത് ആരെയാണ്? അതായത് ഈ വീഡിയോയിൽ ഇത്തരത്തിൽ നടന്നു നീങ്ങുന്നത് ശരിക്കും അവിടുത്തെ മാവോയിസ്റ്റ് ഭീകരരാണോ അതോ പാകിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യം ഇപ്പോഴും കാശ്മീർ താഴ്വരകളിൽ ഉണ്ടോ എന്നതാണ് ഇവിടെ സംശയമായി തന്നെ ഉയർന്നു വരുന്നത്. ധോഡയിലെ വനമേഖലയിൽ പുതിയ ഭീകര ശൃംഖല താവളം ഉറപ്പിച്ചിരിക്കാം എന്ന ഒരു വിവരം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു നിഗമനം കൂടിയാണ് ഇവിടെ സുരക്ഷാ ഏജൻസികൾ പരിശോധനയിലൂടെ പരിശോധിച്ചു വരുന്നത്. ദൃശ്യങ്ങളുടെ ആധികാരികതയും സംഘത്തിന്റെ നീക്കങ്ങളും പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ മേഖലയിൽ കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടായേക്കാം എന്നാണ് സുരക്ഷാ സേന ഇപ്പോൾ അന്വേഷണത്തിലൂടെ തന്നെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ദൃശ്യത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. പിന്നാലെ തന്നെ വൻ സുരക്ഷാ ഓപ്പറേഷനാണ് ഇവിടെ നടക്കാൻ ഒരുങ്ങുന്നത്. ധോഡയിലെ മലനിരകൾ സുരക്ഷാ സേനയുടെ തിരച്ചിൽ ശക്തമാക്കുകയും അവിടെ വലിയ രീതിയിൽ വിപുലമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടിയാണ് ഇവിടെ എത്തിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.